SSCയുടെ 2026 ഒഫീഷ്യൽ എക്സാം കലണ്ടർ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത്. SSCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കറന്റ് ഏത് ഡേറ്റിലാണ് നോട്ടിഫിക്കേഷൻ വരുന്നത്, എന്നാണ് എക്സാം കണ്ടക്ട് ചെയ്യുന്നത് തുടങ്ങിയ അപ്ഡേറ്റ് ആണ് വന്നിരിക്കുന്നത്. നേരത്തെ എക്സാം ഡേറ്റ് ഏത് മാസങ്ങളിലായിരിക്കും നമ്മൾ അറിഞ്ഞിട്ടുണ്ട്, എക്സാം കലണ്ടർ നേരത്തെ കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് വന്ന അപ്ഡേറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് ഡേറ്റിലാണ് ഈ നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നത്. SSCയുടെ CGL എല്ലാവരും മാർച്ച് മാസത്തിൽ തന്നെ എക്സ്പെക്ട് ചെയ്തുകൊണ്ടിരുന്ന നോട്ടിഫിക്കേഷനാണ്. മാർച്ചിൽ SSC CGL വരും, അത് കഴിഞ്ഞിട്ട് CHSL, MTS, CPO, GD ഇങ്ങനെ കുറേ പരീക്ഷകൾ 2026 വിളിക്കാനുണ്ട്. അപ്പോൾ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ്റെ ഡേറ്റുകൾ, എന്നാണ് നോട്ടിഫിക്കേഷൻ വരുന്നത്, എന്നാണ് പരീക്ഷ നടക്കുന്നത് എന്നൊരു അപ്ഡേറ്റ് ആണ് SSCയുടെ എക്സാം കലണ്ടർ പേജിൽ അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ തന്നെ എക്സാം കലണ്ടർ എന്ന് പറയുന്ന പാർട്ട് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. ഇവിടെ നമ്മുടെ ഇമ്പോർട്ടൻസ് ഉള്ള പരീക്ഷ എന്ന് പറയുന്ന ആദ്യം CGL കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ 2026 കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ നമ്മൾ മാർച്ചിൽ എക്സ്പെക്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാർച്ച് 31 ഈ മാസം ലാസ്റ്റ് അവസാനം കൊണ്ട് നോട്ടിഫിക്കേഷൻ വരുമെന്നാണ് ഇവിടെ പറയുന്നത്. 2026 SSC CGL ആസ്പിറൻസിനെ സംബന്ധിച്ച് ഡേറ്റ് വന്നിരിക്കുകയാണ്. 31/3/2026 നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നത്. അതേപോലെ ആപ്ലിക്കേഷൻ ക്ലോസിംഗ് ഡേറ്റ് എന്ന് പറയുന്നത് അടുത്ത മാസമായിരിക്കും, ഏപ്രിൽ 30 കൊണ്ട് നോട്ടിഫിക്കേഷൻ ക്ലോസ് ആവും. ഇനി എക്സാം നടക്കാൻ പോകുന്നത് മെയ് ജൂൺ മാസങ്ങളിലായിട്ടായിരിക്കും എക്സാം നടക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ മറ്റു പരീക്ഷകൾ നമുക്ക് നോക്കാം. സെലക്ഷൻ പോസ്റ്റ് 2026 സെലക്ഷൻ പോസ്റ്റ് 2026 സെലക്ഷൻ പോസ്റ്റിന്റെ നോട്ടിഫിക്കേഷനും ഇതേ ഡേറ്റിൽ തന്നെ വരാൻ പോകുന്നത്. 31/3/2026 മാർച്ച് 31 തന്നെ സെലക്ഷൻ പോസ്റ്റിൻ്റെ നോട്ടിഫിക്കേഷനും വരാനുണ്ട്. അതുപോലെ തന്നെ എക്സാമിന് ക്ലോസിംഗ് ഡേറ്റ് 30/4. അപ്പം ഒരേ ഡേറ്റിൽ തന്നെയാണ് സെലക്ഷൻ പോസ്റ്റിൻ്റെയും കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവലിൻ്റെയും നോട്ടിഫിക്കേഷൻ വരുന്നത്. അതുപോലെ പരീക്ഷ നടക്കാൻ പോകുന്നത്, സെലക്ഷൻ പോസ്റ്റിൻ്റെ പരീക്ഷ നടക്കാൻ പോകുന്ന മെയ് ടു ജൂലൈ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം സെലക്ഷൻ പോസ്റ്റ് ഡിഗ്രി ലെവലുള്ളതും +2 ലെവലുള്ളതുമായിട്ടുള്ള പരീക്ഷകളൊക്കെ അല്ലെങ്കിൽ ഡിഫറൻറ്റ് പോസ്റ്റുകൾ ചേർത്തിട്ടാണ് സെലക്ഷൻ പോസ്റ്റ് വിളിക്കുന്നത്. അപ്പോൾ 2 എക്സാംസ് നമ്മൾ ഒരേ ഡേറ്റിൽ മാർച്ച് 31 തന്നെ വരുന്നു. പിന്നീട് ജൂനിയർ എഞ്ചിനീയർ JEE സിവിൽ മെക്കാനിക്കൽ ആൻഡ് ഇലക്ട്രിക്കൽ 2026 വരുന്നത്, അതും 31/3/2026. അപ്പം 3 നോട്ടിഫിക്കേഷൻസ് ആണ് ഒരേ ദിവസം വരാൻ പോകുന്നത്. മാർച്ച് 31 തന്നെ അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നു. ക്ലോസിംഗ് ഡേറ്റ് 30/4/2026, മെയ് ടു ജൂൺ സമയത്താണ് പരീക്ഷ നടക്കാൻ പോകുന്നത്. അപ്പോൾ 2026 പരീക്ഷകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് മെയ് മുതൽ ഇങ്ങനെ പരീക്ഷകൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അതിൻ്റെ നോട്ടിഫിക്കേഷനെ പറ്റിയാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. പിന്നീട് നമ്മുടെ ഇമ്പോർട്ടൻസ് ഉള്ള പരീക്ഷ സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് C&D സ്റ്റെനോഗ്രാഫർ പരീക്ഷ ഒരുപാട് പേര് കാത്തിരിക്കുന്ന പരീക്ഷയാണ്. പ്രത്യേകിച്ചും SSCയുടെ പരീക്ഷകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മാത്സ് ഇല്ലാത്ത, ഇംഗ്ലീഷ് അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റെനോഗ്രഫി അറിയുന്ന ആൾക്കാർക്ക് ഏറ്റവും ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി ആണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് C&Dയുടെ നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നത് 30/4/2026 ആണ്. 30, അതായത് ഏപ്രിൽ 30, ഒരു മാസം കൂടി, വീണ്ടും ഒരു മാസം കൂടെ കഴിഞ്ഞിട്ടാണ് സ്റ്റെനോഗ്രാഫറിൻ്റെ നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നത്. അതും ഒരു മാസം അപ്ലിക്കേഷൻ ഉണ്ട്. ഓഗസ്റ്റ് ടു സെപ്റ്റംബർ സമയത്തായിരിക്കും അതിൻ്റെ പരീക്ഷ നടക്കാൻ പോകുന്നത്, ഓഗസ്റ്റ് സെപ്റ്റംബർ. പിന്നീട് കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവൽ CHSL എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ ഡേറ്റ് അതും 30/4/2026 മാസത്തിൻ്റെ അവസാനം തന്നെയാണ് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നത്. CHSL ഒരു മാസം കഴിഞ്ഞ്, CGL വന്ന് ഒരു മാസം കഴിഞ്ഞ് CHSLൻ്റെ നോട്ടിഫിക്കേഷൻ വരും 30/4/2026. അതിൻ്റെ പരീക്ഷ നടക്കാൻ പോകുന്നത് ജൂലൈ ടു സെപ്റ്റംബർ ആണ്. അപ്പം മെയ് ജൂൺ സമയത്ത് CGLൻ്റെ പരീക്ഷ, ജൂലൈ സെപ്റ്റംബർ സമയത്ത് CHSLൻ്റെ പരീക്ഷ നടക്കാൻ പോകുന്നു. അതിൻ്റെ നോട്ടിഫിക്കേഷൻ ഡേറ്റ് പറഞ്ഞു. പിന്നീട് വരുന്നത് SI ഇൻ ഡൽഹി പോലീസ് ആൻഡ് സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സ് എക്സാമിനേഷൻ. അപ്പോൾ CPO സെൻട്രൽ പോലീസ് ഓർഗനൈസേഷൻ്റെ റിക്രൂട്ട്മെൻറ്റ് 31/5/2026 മെയ് ഓരോ മാസത്തെ ഗ്യാപ്പിലാണ് ഓരോ നോട്ടിഫിക്കേഷൻസ് SSC ഇപ്പോൾ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. മെയ് 31 CPO എല്ലാ മാസത്തിൻ്റെ അവസാനമാണ്. ഇത് നോക്കിയാൽ മനസ്സിലാവും, എല്ലാ മാസത്തിൻ്റെയും അവസാനത്തെ ഡേറ്റ് ആണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഒരുപക്ഷെ അതിന് മുമ്പ് പബ്ലിഷ് ചെയ്യാനാവാം, അല്ലെങ്കിൽ ആ ഡേറ്റ് തന്നെ സെലക്ട് ചെയ്തിരിക്കുന്നതാവാം. അപ്പോൾ 31/5/2026 ഈ ഡേറ്റിലാണ് നമ്മുടെ CPOയുടെ നോട്ടിഫിക്കേഷൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഡേറ്റുകളൊക്കെ കാണുമ്പം ഒരുപക്ഷെ ഈ ഡേറ്റിൽ തന്നെ പബ്ലിഷ് ചെയ്യുമോ എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. കാരണം SSCയെ നമ്മൾ നോക്കിയാൽ SSC എല്ലാ മാസവും ഒരു ഡേറ്റിൽ തന്നെയല്ല നോട്ടിഫിക്കേഷൻ വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു പക്ഷേ ഈ ഡേറ്റിന് മുമ്പ് പബ്ലിഷ് ചെയ്യണം എന്ന അർത്ഥത്തിലാവും ഇത്തരത്തിൽ ഈ ഒരു ഡേറ്റ്, ലാസ്റ്റ് ഡേറ്റ് കൊടുത്തിരിക്കുന്നത്. അല്ലാതെ ഈ ഡേറ്റിൽ തന്നെ പബ്ലിഷ് ചെയ്യണം എന്ന് ഒരുപക്ഷേ നിർബന്ധമില്ല. അത് നോട്ടിഫിക്കേഷൻസ് വന്നതിന് ശേഷം മാത്രമായിരിക്കും നമുക്ക് പറയാൻ പറ്റുന്നത്. അപ്പോൾ അവർ ക്രൂഷ്യൽ ഡേറ്റ് വെച്ചിരിക്കുന്നതാണ്. അപ്പം മാർച്ച് എന്നൊരു മാസം കൊണ്ട് CGLൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കണം എന്ന രീതിയിലൊരു ടൈം ലൈൻ ഇട്ടിട്ടായിരിക്കും 30-ാം തീയതി അല്ലെങ്കിൽ 31-ാം തീയതി എന്ന് പറയുന്ന ഡേറ്റ് സെലക്ട് ചെയ്യുന്നത്. അക്കാര്യങ്ങൾ എങ്ങനെ ഈ ഡേറ്റിൽ തന്നെയാണോ അല്ലെങ്കിൽ അതിന് മുമ്പാണോ എന്നുള്ളത് നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞിട്ട് വേണം അറിയാൻ. അപ്പോൾ CPOയുടെ നോട്ടിഫിക്കേഷൻ മെയ്യിലാണ്. അതിൻ്റെ എക്സാംസ് വരുന്നത് ഒക്ടോബർ നവംബർ മാസങ്ങളിലാണ്. പിന്നീട് MTS വരുന്നുണ്ട്, മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് 10th ക്വാളിഫിക്കേഷൻ ആയിട്ട്. അത് വരുന്നത് ജൂണിലാണ്, ജൂൺ 30 അതിൻ്റെ ഡേറ്റ് പറയുന്നത്. അതിൻ്റെ എക്സാം വരുന്നത് സെപ്റ്റംബർ ടു നവംബർ ആണ് വരുന്നത്. അതിനുശേഷം പിന്നീട് വരുന്നത് കോൺസ്റ്റബിൾ GD ഇൻ സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സ് 2027 SSC GD. അതിൻ്റെ നോട്ടിഫിക്കേഷൻ ഡേറ്റും പറയുന്നത് 9-ാമത്തെ മാസമാണ് പറയുന്നത്.
അപ്പോൾ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും ഇവിടെ ജൂണായി, ജൂലൈ ഓഗസ്റ്റ് കഴിഞ്ഞിട്ട് സെപ്റ്റംബർ മാസത്തിലാണ് വീണ്ടും ജി ഡിയുടെ നോട്ടിഫിക്കേഷൻ. അവിടെ ഒരു ഡിലേ കഴിഞ്ഞിട്ട് 2 മാസത്തെ ഗ്യാപ്പിന് ശേഷമാണ് 2027 ജി ഡി വരാൻ പോകുന്നത്. കാരണം ഈ വർഷത്തെ ജി ഡിയുടെ പരീക്ഷ നടക്കാൻ പോകുന്നേ ഉള്ളൂ, ഡിലേ ആയി, ഇതുവരെ എക്സാം ഡേറ്റ് അറിഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ടായിരിക്കും SSC ജി ഡി എക്സാം ഇനിയും കുറേ നാളും കൂടി ഉണ്ട്. ഏകദേശം 9ാമത്തെ മാസമാണ് ജി ഡിയുടെ. അതിൻ്റെ പരീക്ഷ നടക്കാൻ പോകുന്നത് അടുത്ത വർഷം ജനുവരി ടു മാർച്ച് 2027. ഇപ്പോൾ മാർച്ച് ആയിട്ട് പോലും നമ്മുടെ SSC ജി ഡിയുടെ പരീക്ഷകൾ നടന്നിട്ടില്ല. ഇനി ഒരു വർഷത്തിന് ശേഷം അടുത്ത പരീക്ഷ ഉണ്ടെന്ന് അറിയുന്നത് തീർച്ചയായിട്ടും പോസിറ്റീവ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇത്രയും പരീക്ഷകളാണ് നമ്മൾ എല്ലാവരും നോക്കിയിരുന്നത്. ബാക്കിയുള്ള അഡ്വർടൈസ്മെൻറ്റ്സ്, ബാക്കിയുള്ള ഡേറ്റ്സ് ഒന്നും ഇവിടെ അനൗൺസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് SSC എക്സാംസിൻ്റെ പുതിയ റിവൈസ്ഡ് എക്സാം കലണ്ടറാണ് വന്നത്. ഇതിലെല്ലാ മാസവും, അതായത് മാർച്ച് 30 നോട്ടിഫിക്കേഷൻ ഉണ്ട്, ഏപ്രിൽ 30 നോട്ടിഫിക്കേഷൻ ഉണ്ട്, മെയ് 30 നോട്ടിഫിക്കേഷൻ ഉണ്ട്, അല്ലെങ്കിൽ 31 നോട്ടിഫിക്കേഷൻ ഉണ്ട്, ജൂണിൽ, ഇങ്ങനെ ഓരോ മാസത്തിൻ്റെ അവസാന നോട്ടിഫിക്കേഷൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ നമ്മൾ വായിക്കുമ്പോൾ ഈ ഒരു PDF അല്ലെങ്കിൽ ഈ ഒരു അപ്ഡേറ്റ് കാണുമ്പോൾ ഈ ഡേറ്റിൽ തന്നെ വരുമെന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. എങ്കിലും ഒരുപക്ഷെ ആ ഡേറ്റിൽ തന്നെ ഇതുവരെ SSCയുടെ നോട്ടീസ് പബ്ലിഷ് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ നോക്കുമ്പോൾ ഒരു സിംഗിൾ ഡേറ്റിൽ അല്ലെങ്കിൽ ലാസ്റ്റ് ഡേറ്റിൽ അങ്ങനെയൊന്നും അല്ല പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഡേറ്റിന് മുമ്പ് പബ്ലിഷ് ചെയ്യണം എന്നായിരിക്കാം ഒരുപക്ഷെ, അല്ലെങ്കിൽ ആ ഡേറ്റിൽ തന്നെ ആയിരിക്കും ഈ നോട്ടിഫിക്കേഷൻസ് ഒക്കെ പബ്ലിഷ് ചെയ്യുന്നത്. അതുപോലെ മെയ് മുതൽ അങ്ങോട്ട് എക്സാമിൻ്റെ ടൈം സ്റ്റാർട്ട് ചെയ്യുകയാണ്. മെയ് മുതൽ CGL ടയർ 1 സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മെയ് ജൂൺ സമയം മുതൽ CGL ഉണ്ട്, CHSL ഉണ്ട്, MTS ഉണ്ട്, CPO ഉണ്ട്, സ്റ്റെനോഗ്രാഫർ ഉണ്ട്, സെലക്ഷൻ പോസ്റ്റ് ഉണ്ട്. അങ്ങനെ ഒരു കൂട്ടം പരീക്ഷകൾ നമ്മുടെ മുമ്പിലേക്ക് വന്നിരിക്കുകയാണ് 2026. അപ്പോൾ ഏറ്റവും നന്നായിട്ട് നിങ്ങൾ പ്രിപ്പയർ പുതുതായിട്ട് പ്രിപ്പയർ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ, ഇനി ഒരുപക്ഷെ നിങ്ങൾ ഡിഗ്രിയൊക്കെ കഴിഞ്ഞിട്ട് നിൽക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഫൈനൽ ഇയേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ, നിങ്ങൾക്ക് എല്ലാവർക്കും പ്രിപ്പയർ ചെയ്യാൻ ഏറ്റവും നല്ല സാധ്യതയാണ്. ദിശ അക്കാഡമി പുതിയ SSCയുടെ റെഗുലർ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. SSCയുടെ എല്ലാ കോഴ്സിനും ഒരേ സിലബസ് വരുന്ന പരീക്ഷകളാണ്. അതുകൊണ്ട് തന്നെ എല്ലാ പരീക്ഷകൾക്കും വേണ്ട ഒരു സിംഗിൾ ഓൺലൈൻ കോഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് താഴെ ഡിസ്ക്രിപ്ഷനിലുള്ള ഓൺലൈൻ്റെ നമ്പർ എടുത്ത് കോൺടാക്ട് ചെയ്യാം. അതുമല്ല, ദിശ അക്കാഡമിക്ക് 5 ഓഫ്ലൈൻ സെൻറ്റേഴ്സ് ഉണ്ട്: ട്രിവാൻഡ്രം, കൊല്ലം, കൊട്ടാരക്കര, കോഴിക്കോട്, തൃശ്ശൂർ. ഈ 5 സെൻറ്റേഴ്സിലും പുതിയ ബാച്ചുകൾ ഓഫ്ലൈനിലേക്കുള്ള അഡ്മിഷൻസ് ഓപ്പൺ ആണ്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും താഴെ ഡിസ്ക്രിപ്ഷനിലുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാവുന്നതാണ്. അപ്പോൾ SSCയുടെ ഏറ്റവും പുതിയ എക്സാം കലണ്ടർ അപ്ഡേറ്റ് ആണ് നിങ്ങളോട് ഷെയർ ചെയ്തത്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ദി വീഡിയോ.